ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഓവർഹാങ്ങിങ് ബീംസ്. ഓവർഹാങ്ങിങ് ബീംസിൽ രണ്ട് കേസ് വരുന്നുണ്ട്. കേസ് 1 എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ സിംഗിൾ സൈഡഡ് ഓവർഹാങ്ങിങ് ബീംസും കേസ് 2 ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഡബിൾ സൈഡഡ് ഓവർഹാങ്ങിങ് ബീംസും. നമുക്ക് കേസ് 1 ആണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ സിംഗിൾ സൈഡഡ് ഓവർഹാങ്ങിങ് ബീം. ഇവിടെ നമ്മൾ റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ RA, റിയാക്ഷൻ RB, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ഇതിനെല്ലാമുള്ള ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിയാക്ഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓവർഹാങ്ങിങ് ബീമിനെ രണ്ട് പോർഷനായിട്ട് മാറ്റുന്നുണ്ട്. പോർഷൻ AB, പോർഷൻ BC എന്ന് പറഞ്ഞിട്ട് രണ്ട് പോർഷനാക്കി മാറ്റുന്നുണ്ട്. ലോഡ് ആക്ട് ചെയ്യുന്ന പോർഷൻ AB, അതുപോലെ ലോഡ് പോർഷൻ BCയിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ, അങ്ങനെ രണ്ട് പോർഷൻസ് ആക്കി തിരിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വെൻ ദ ലോഡ് ഈസ് ഇൻ ദി പോർഷൻ AB. ഈ 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് പോർഷൻ ABയിലാവുമ്പോൾ അടുത്ത് നമ്മൾ റിയാക്ഷൻ RA കണ്ടുപിടിക്കാൻ പോകും. ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ RA. റിയാക്ഷൻ RAക്കുള്ള ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പോർഷനാക്കി മാറ്റി AB, BC. ABയിൽ ലോഡ് 1 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന RA വാല്യൂ, അതുപോലെ പോർഷൻ BCയിൽ 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന RA വാല്യൂ കണ്ടുപിടിക്കാൻ പോകണം. ഫസ്റ്റ് വെൻ ദ ലോഡ് ഈസ് ഇൻ ദി പോർഷൻ AB, ഇറ്റ് ഈസ് സിഗ്മ MB ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം RA ഈക്വൽ ടു L - X/L എന്ന് കിട്ടും. ഇനി നമ്മുടെ എക്സിൻ്റെ വാല്യൂ പറയുന്നത് 0 to Lലാണ് വാരി ചെയ്യുന്നത്. അറ്റ് A എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ RA is equal to L - 0/L which is equal to 1. At B എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു L ആണ്. ദാറ്റ് ഈസ് RA is equal to L - L which is equal to 0. ഇനി നെക്സ്റ്റ് നമ്മുടെ 1 കിലോ ന്യൂട്ടൺ ലോഡ് എന്ന് പറയുന്നത് BCയിലാണ് ആക്ട് ചെയ്യുന്നത്. സിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ് ഈ ലോഡ് 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന. BCൻ്റെ സ്പാൻ എന്ന് പറയുന്നത് A ആണ്. ഇനി നമ്മൾ മൊമെൻ്റ് അറ്റ് B, സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അറ്റ് B ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് RA ഇൻറ്റു L പ്ലസ് 1 ഇൻറ്റു A - X ഈക്വൽ ടു 0. അപ്പോൾ RA is equal to മൈനസ് ഓഫ് A - X/L എന്ന് കിട്ടും. ഇവിടെ എക്സിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 to A ആണ്. എക്സിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 to A ആണ് ഈ പോർഷൻ BCയിൽ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അറ്റ് C എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ R is equal to -A/L ആവും. അറ്റ് B എക്സ് is equal to A ആണ്. ദാറ്റ് ഈസ് R equal to 0. ഇനി നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ RA വരയ്ക്കുകയാണ്. അപ്പോൾ RAൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർഹാങ്ങിങ് ബീം വരച്ചു, റിയാക്ഷൻസ് RA കാണിച്ചു, RB കാണിച്ചു, സ്പാൻ പറയുന്നത് A to B സ്പാൻ L ആണ്, B to C സ്പാൻ A ആണ്. 1 കിലോ ന്യൂട്ടൺ വരച്ചു. Aയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ് ഈ 1 കിലോ ന്യൂട്ടൺ വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. റിയാക്ഷൻ RA അറ്റ് Aയിൽ RA is equal to 1 ആണ്. അറ്റ് Bയിൽ RA is equal to 0 ആണ്. ദെൻ അറ്റ് Cയിൽ RAയുടെ വാല്യൂ -A/L ആണ്. Bയിൽ RA equal to 0 ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് വരച്ച് നമുക്ക് ഇങ്ങനൊരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ RA കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് റിയാക്ഷൻ RBക്കുള്ള ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാം. സെയിം പോർഷൻ ABയിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ കണ്ടുപിടിക്കും. ദെൻ BCയിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ് കണ്ടുപിടിക്കും. ഓക്കെ, വെൻ ദ ലോഡ് ഈസ് ഇൻ ദി പോർഷൻ AB, 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് പോർഷൻ ABയിലാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് അറ്റ് A കണ്ടുപിടിച്ചാലാണ് നമുക്ക് റിയാക്ഷൻ B കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് സിഗ്മ MA ഈക്വൽ ടു 0 ചെയ്യുമ്പം RB ഈക്വൽ ടു X/L എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 to L ആണ്. 0 to L ആണ് പോർഷൻ ABയിലെ എക്സിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത്. അറ്റ് A എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് RB ഈക്വൽ ടു 0/L which is equal to 0. അറ്റ് B X is equal to L and RB is equal to L/L which is equal to 1. ദെൻ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോർഷൻ BC ആണ്. പോർഷൻ BCയിലാണ് ഈ 1 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നത്.
സിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന ഈ ഒരു ലെങ്ത് സ്പാൻ എന്ന് പറയുന്നത് എ ആണ്. നമുക്ക് റിയാക്ഷൻ ആർ ബി ഈ ഒരു പോർഷൻ എ ബി സിയിലെ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സിഗ്മ എം എ ഈക്വൽ ടു 0 കൊടുക്കുക. ദാറ്റ് ഈസ് ആർ ബി ഇൻറ്റു എൽ മൈനസ് 1 ഇൻറ്റു എൽ പ്ലസ് എ മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് ആർ ബി ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എ മൈനസ് എക്സ് ബൈ എൽ എന്ന് കിട്ടും. ഇവിടെ എക്സിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 ടു എ ആണ്. അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു 0, ആർ ബി ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എ ബൈ എൽ. അപ്പോൾ നമുക്കതിന് 1 പ്ലസ് എ എന്ന് എഴുതാം. അറ്റ് ബി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. ദാറ്റ് ഈസ് ആർ ബി ഇസ് ഈക്വൽ ടു എ എന്ന് 1 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ ആർ ബി വരയ്ക്കുകയാണ്. ഓവർ ഹാങ്ങിങ് ബീംസ് വരച്ചു, സ്പാൻ എല്ലാം മാർക്ക് ചെയ്തു. ഇനി അറ്റ് എയിൽ ആർ ബി എന്ന് പറയുന്നത് 0 ആണ്. അറ്റ് പോയിൻറ്റ് ബിയിൽ ആർ ബി ഇസ് ഈക്വൽ ടു 1 ആണ്. പോർഷൻ എ സിയിലും 1 ആണ്, പോർഷൻ ബി സിയിലും ആർ ബിയുടെ വാല്യൂ 1 ആണ് അറ്റ് ബിയിൽ. അറ്റ് സിയിൽ ആർ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് എ ആണ്. എല്ലാം പോസിറ്റീവാണ്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ ആർ ബി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 0 ആണ് വരുന്നത്, ബിയിൽ വരുന്നത് 1 ആണ്, സിയിൽ വരുന്നത് എൽ പ്ലസ് എ ബൈ എൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ. എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ ആർ ബി. ഓക്കെ, ഇനി നമുക്ക് ഷിയർ ഫോഴ്സിന് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കണം. അതിന് നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു എക്സ് എക്സ്. എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് വിട്ടിട്ട് പോയിൻറ്റ് ഡിയിൽ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു എക്സ് എക്സ്. 1 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് സെറ്റിൽ. ഇവിടെ നമുക്ക് എത്ര പോർഷൻ ഉണ്ട്? ഒരു എ ഡി എന്ന പോർഷൻ ഉണ്ട്, ഡി ബി പോർഷൻ ഉണ്ട്, ബി സി പോർഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ 1 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇനി വെൻ ദ ലോഡ് ഈസ് ഇൻ ദി പോർഷൻ എ ഡി, ഈ പോർഷനിൽ എ ഡി എന്ന പോർഷനിലാണ് നമ്മുടെ 1 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് അറ്റ് എ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സിഗ്മ എം ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആർ ബി ഇസ് ഈക്വൽ ടു സെഡ് ബൈ എൽ എന്ന് കിട്ടും. സെഡിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 ടു എക്സ് ആണ് വാല്യൂ ചെയ്യുന്നത്. അറ്റ് എ സെറ്റ് ഈസ് ഈക്വൽ ടു 0, ബിഫോർ ആർ ബി ഇസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഈ കണ്ടീഷൻ ഓർമ്മയല്ലേ? ഒരു സെക്ഷന് ഈ ഒരു കേസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഈ രണ്ട് കേസും പോസിറ്റീവ് വരും. സെക്ഷൻ്റെ റൈറ്റ് അപ്വേർഡും ലെഫ്റ്റ് ഡൗൺവേർഡും നെഗറ്റീവാണ്. ഇനി സെറ്റിൻ്റെ വാല്യൂ അറ്റ് എ ഈക്വൽ ടു സെറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ആർ ബി ഈക്വൽ ടു 0 ആവും. അറ്റ് ഡി സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ആർ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ബൈ എൽ. ആർ ബിയുടെ വാല്യൂ നെഗറ്റീവ് വരാൻ കാരണം അതാണ് നമ്മുടെ സെക്ഷൻ. ഇവിടെ ആർ ബി ആക്ട് ചെയ്യുന്നത് അപ്വേർഡാണ്. സെക്ഷൻ്റെ റൈറ്റ് അപ്വേർഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ദാറ്റ് ഈസ് ആർ ബി ഇവിടെ മൈനസ് എക്സ് ബൈ എൽ ആയി. ഇനി നെക്സ്റ്റ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് പോർഷൻ ഡി ബിയിലാണ് ആക്ട് ചെയ്യുന്നത്. എയിൽ നിന്നും സെഡ് ഡിസ്റ്റൻസിലാണ് ലോഡ് ഇരിക്കുന്നത്. നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്തത് എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ്. എ ടു ബി എന്ന് പറയുന്നത് സ്പാൻ എൽ ആണ്, ബി ടു സി എ ആണ്. ഓക്കെ, ഇനി മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു 0 കൊടുക്കുമ്പം ആർ ഐ ഇൻറ്റു എൽ മൈനസ് 1 ഇൻറ്റു എൽ മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഇന്ന് ആർ ഐ ഇസ് ഈക്വൽ ടു എൽ മൈനസ് സെഡ് ബൈ എൽ കിട്ടും. ഇവിടെ പോർഷൻ ഡി ബിയിൽ സെഡിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് എക്സ് ടു എൽ ആണ്. അറ്റ് ഡി സെഡ് ഈസ് ഈക്വൽ ടു എക്സ്, ഫോർ ആർ ഐ എന്ന് പറയുന്നത് എൽ മൈനസ് എക്സ് ബൈ എൽ ആവും. അറ്റ് ബി സെഡ് എന്ന് പറയുന്നത് എൽ ആണ്. ആർ ഐ ഇസ് ഈക്വൽ ടു എൽ മൈനസ് എൽ ബൈ എൽ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോർഷൻ ബി സിയിലാണ് ലോഡ് 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. സിയിൽ നിന്നും സെഡ് ഡിസ്റ്റൻസിൽ. ബി സിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഇവിടെ മൊമെൻ്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ
ആർ ഈസ് ഈക്വൽ ടു 1 മൈനസ് എ മൈനസ് സെഡ് ബൈ എൽ എന്ന് കിട്ടും. സെഡിൻ്റെ വാല്യൂ ഇവിടെ വാരി ചെയ്യുന്നത് 0 ടു എ ആണ്. അപ്പോൾ അറ്റ് സി സെഡ് ഇസ് ഈക്വൽ ടു 0, ആർ ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ എൽ. At B, Z is equal to A, it is R is equal to 0. ഇനി നമ്മളിതെല്ലാം ഈ ഒരു സെറ്റിൻ്റെ വാല്യൂ ഓരോ സ്ഥലത്തും വാല്യൂ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു. അറ്റ് എയിൽ Z is equal to 0 ആണ്. ഡിയിലെത്തുമ്പോൾ എക്സ് ബൈ എല്ലും എൽ മൈനസ് എക്സ് ബൈ എല്ലും കിട്ടും. ബിയിൽ 0, സിയിലെത്തുമ്പോൾ മൈനസ് എ ബൈ എല്ലാണ്. അപ്പോൾ നമ്മളിതെല്ലാം ജോയിൻ ചെയ്തിട്ട് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സെക്ഷൻ എക്സ് എക്സ് വരയ്ക്കണം. സെയിം എ ഡി എന്നൊരു പോർഷൻ വരും, ഡി ബി എന്ന പോർഷൻ വരും, ബി സി എന്ന പോർഷൻ വരും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോഡ് എന്ന് പറയുന്നത് പോർഷൻ എ ഡിയിലാണ്. ദെൻ മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു 0 കൊടുക്കുമ്പം ആർ ബി എന്ന് പറയുന്നത് മൈനസ് സെഡ് ബൈ എൽ, ആർ ബി ഇസ് ഈക്വൽ ടു സെഡ് ബൈ എൽ എന്ന് കിട്ടും. സെറ്റ് വാരീസ് ഫ്രം 0 ടു എക്സ്. അറ്റ് എ സെഡ് ഇസ് ഈക്വൽ ടു 0. മൊമെൻ്റ് അറ്റ് ഡി, ഈ ഒരു സെക്ഷനിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ആർ ബി ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. ആർ ബി ഇൻറ്റു എൽ മൈനസ് എക്സ്, ഈ ഒരു ഡിസ്റ്റൻസ് ആർ ബി ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇവിടെ നമ്മൾ ആർ ബിയുടെ വാല്യൂ സെഡ് ബൈ എൽ ആണ്. സെഡ് ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു 0 കിട്ടും. നെക്സ്റ്റ് അറ്റ് ഡിയിൽ സെഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ആർ ബിയിൽ എക്സ് ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദറ്റ് ഈസ് എക്സ് ആർ ബി ഈക്വൽ ടു എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് ഓഫ് മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് ആർ ബി ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. അവിടെ നമുക്ക് ഇവിടെ സെഡിൻ്റെ വാല്യൂ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദറ്റ് ഈസ് എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇനി നെക്സ്റ്റ് എന്താ യൂണിറ്റ് ലോഡ് ഈസ് ഇൻ ദി പോർഷൻ ഡി ബി. ഡി ബിയിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് ഇരിക്കുന്നത്. ഇനി അവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുന്നത് എന്താ, എൽ ഇൻറ്റു ആർ എ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എൽ മൈനസ് സെഡ്. ദറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു എൽ മൈനസ് സെഡ് ബൈ എൽ എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ സെഡിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് എക്സ് ടു എൽ ആണ്. അറ്റ് ഡി സെഡ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ദിസ് മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ് ആണ്. ഇവിടെ ആർ എയുടെ അവിടെ നമ്മൾ സെഡിൻ്റെ വാല്യൂ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ് ഈസ് എൽ മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് എഴുതിക്കൂടെ. നെക്സ്റ്റ് അറ്റ് ബിയിൽ സെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എൽ ആണ്. അപ്പോൾ മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ്, ഇറ്റ് ഈസ് 0 എന്ന് വരും. ഇനി വെൻ ഇസ് ലോഡ് ഈസ് ഇൻ ദി പോർഷൻ ബി സി. ബി സിയിലാണ് ലോഡ് ഇരിക്കുന്നത്. ദറ്റ് ഈസ് സിഗ്മ എം ബി ഇസ് ഈക്വൽ ടു 0 വരുമ്പം ആർ എ ഇൻറ്റു എൽ പ്ലസ് 1 ഇൻറ്റു എ മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു മൈനസ് എ മൈനസ് സെഡ് ബൈ എൽ എന്ന് കിട്ടും. ഇവിടെ സെറ്റിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 ടു സെറ്റിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 ടു എ ആണ്. അറ്റ് സി സെഡ് ഇസ് ഈക്വൽ ടു 0. ഫോർ മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ്, ദിസ് മൈനസ് എ എക്സ് ബൈ എൽ എന്നാവും. അറ്റ് ബി സെഡ് ഇസ് ഈക്വൽ ടു എ ആണ്. മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നാവും. ഇനി നമ്മൾ സെറ്റിൻ്റെ ഓരോ വാല്യൂസ് വാരി ചെയ്യുന്നതിനനുസരിച്ചുള്ള മൊമെൻ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് വരയ്ക്കാൻ പോവാണ്. ഇനി സെറ്റ് വാരീസ് ഫ്രം 0 ടു എക്സ് ആണ്. അറ്റ് എയിൽ ആർ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. മൊമെൻ്റ് അറ്റ് എ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ അറ്റ് ഡിയിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. സെയിം ഡിയിലും എന്ന് പറയുന്നത് എന്താണ് മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. അതവിടെ വരച്ചു. ഇനി ബിയിൽ വരുന്ന കേസ്, ബിയിൽ 0 ആണ്, ഇവിടെയും 0 ആണ്. ആ 0 വരച്ചു. ഇനി സിയിൽ വരുന്നിടത്ത് മൊമെൻ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് മൈനസ് എ ബൈ എൽ ആണ്. അതും വരച്ചു. ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻറ്റ് ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ കേസിൽ, സിംഗിൾ സൈഡഡ് ഓവർ ഹാങ്ങിങ് ബീംസിൻ്റെ.